ഇന്ന് പുലർച്ചെയാണ് ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്. 288 വോട്ടുകളാണ് ബി ജെ പി അനുകൂല കക്ഷികളും വോട്ട് ചെയ്തത്. 232 പ്രതിപക്ഷ കക്ഷികൾ വോട്ട് ചെയ്തത്. അങ്ങനെ 288 232 എന്ന കണക്കിൽ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി. ഇന്ന് പുലർച്ചെയാണ് ഭേദഗതി ബില്ല് പാസ്സായത്. ഏകദേശം പുലർച്ചെ 3 മണിവരെ ഇന്ന് ലോക്സഭ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം പിന്നെ 11 മണിക്ക് ശേഷം വീണ്ടും സഭ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിലുള്ളത്. രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും രാജ്യസഭയിൽ ഇതുപോലെ തന്നെ സമ്മേളിച്ച് രാത്രിയോടെ പാസ്സാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോക്സഭ പോലെ അത്ര എളുപ്പമല്ല രാജ്യസഭയിൽ BJPക്ക് പാസ്സാക്കിയെടുക്കാൻ. BJPക്ക് ഇപ്പോൾ ഒരു കേവലമായ മെജോറിറ്റി ഉണ്ട്. പ്രതിപക്ഷത്തുള്ള MP-മാർ മാറിയതിനെ തുടർന്ന് രാജ്യസഭയിൽ ഇപ്പോൾ ചെറിയൊരു മെജോറിറ്റി BJPക്കുണ്ട്. എന്നാൽ ആ മെജോറിറ്റി മാത്രം കൊണ്ട് BJPക്ക് ബില്ല് പാസ്സാക്കാൻ പറ്റുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം മാത്രം സങ്കീർണമായ ഘട്ടത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസിൻ്റെ രാജ്യസഭ MP ആയിരുന്ന KC വേണുഗോപാൽ രാജിവെച്ചത് എന്ന കാര്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും BJPക്ക് രാജ്യസഭയിൽ മാത്രം 98 അംഗങ്ങളാണുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട കക്ഷിയായ JDU, തെലുഗുദേശം പാർട്ടി, NCP, അജിത് പവാർ, ശിവസേന, ഷിൻഡെ, RLD തുടങ്ങിയ NDA സഖ്യകക്ഷികളെയും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 118ഓളം സീറ്റുകൾ വരും. മാത്രമല്ല 6ഓളം നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ രാജ്യസഭയിലുണ്ട്. അവർ BJPക്കായിരിക്കും വോട്ട് ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 124 സീറ്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങും തൊടാൻ നിൽക്കുന്ന മറ്റ് പാർട്ടികളാണ്. AIDMK ഉണ്ട്, തമിഴ്നാട്ടിലുള്ള DMK ഉണ്ട്. DMK BJPക്ക് ഒപ്പമാണ് എന്നാണ് നിലവിലത്തെ സൂചന. അവർ അമിത്ഷായെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മാത്രമല്ല തമിഴ്നാട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു BJP അനുകൂല ബില്ലിന് വോട്ട് ചെയ്യാൻ വേണ്ടി DMK തയ്യാറാകുമോ എന്ന് സുപ്രധാനമായ ഒരു ചർച്ച കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അവരുടെ വോട്ട് കൂടി കിട്ടുകയാണെങ്കിൽ BJP സിമ്പിളായിട്ട് രാജ്യസഭയിലും അവരുടെ വഖഫ് ബില്ല് വ്യക്തമായി പാസ്സാകും. മാത്രമല്ല എങ്ങും തൊടാൻ നിൽക്കുന്ന ഒഡീഷയിലെ ബിജു ജനതാദളുണ്ട്, പിന്നെ തെലങ്കാനയിലെ BRS ഉണ്ട്, ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ കുറച്ച് പാർട്ടികളുണ്ട്. അവരുടെ വോട്ടുകൾ BJP ക്യാൻവാസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അതുകൂടി ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. അവരും BJPക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന വോട്ടിങ്ങിൻ്റെ സമയത്ത് നിലപാട് അവർക്ക് അനുകൂലമായി എടുക്കുന്നെങ്കിൽ BJPക്ക് ഈ ബില്ല് ഈസി ആയിട്ട് രാജ്യസഭയിൽ പാസ്സാക്കിയെടുക്കാം. എന്നാൽ പ്രതിപക്ഷവും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം ഉള്ളത് 86 MP-മാരാണുള്ളത്. കോൺഗ്രസിന് 27 അംഗങ്ങളും തൃണമൂൽ കോൺഗ്രസിന് 13 അംഗങ്ങളും DMKയ്ക്കും ആം ആദ്മി പാർട്ടിക്കും 10 അംഗങ്ങളും RJDക്ക് 5, CPM, സമാജ്വാദി പാർട്ടി എന്നിവയ്ക്ക് 4 വീതം, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 3, ശിവസേന, ഉദ്ധവ് ഠാക്കറെ, NCP, ശരത് പവാർ, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നിവയ്ക്ക് 2 വീതവും, ADMK, കേരള കോൺഗ്രസ് മാണി എന്നിവയ്ക്ക് ഓരോ അംഗവുമുണ്ട്. അങ്ങനെയാണ് 86ലേക്ക് എത്തുന്നത്. ആ 86നൊപ്പം തന്നെ YSR കോൺഗ്രസിൻ്റെയും പിന്നെ ബിജു ജനതാദളിൻ്റെയും BRSൻ്റെ തെലങ്കാനയിലെ BRSൻ്റെയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 106ലോട്ട് മാത്രമേ എത്താൻ സാധിക്കത്തുള്ളൂ. അതിനൊപ്പം തന്നെ DMKയുടെ 4 കൂടി വരുവാണെങ്കിൽ 110 ആവും. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആവും. മാത്രമല്ല ഒറ്റ വോട്ട് മാത്രമുള്ള ഒരുപാട് അംഗങ്ങളുണ്ട്. അസം ഗണ പരിഷത്ത്, PMK, തമിഴ് മാനില കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, മിസോ നാഷണൽ ഫ്രണ്ട്, യുണൈറ്റഡ് പീപ്പിൾ പാർട്ടി, RLD, ശിവസേന, രാഷ്ട്രീയ ലോകമോർച്ച തുടങ്ങിയ പാർട്ടികൾക്ക് ഓരോ അംഗമാണുള്ളത്. ഇവരെ ക്യാൻവാസ് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യം സുപ്രധാനമാണ്. ഇങ്ങനെ ഒരു വോട്ട് മാത്രമുള്ള ഒരുപാട് അംഗങ്ങളുണ്ട്. പിന്നെ സ്വതന്ത്ര അംഗമായിട്ട് കാർത്തിക ശർമ്മയുണ്ട്. പക്ഷേ കാർത്തിക ശർമ്മ BJPയുടെ അനുഗ്രഹാശിസിലൂടെയാണ് ഹരിയാനയിൽ ജയിച്ച് രാജ്യസഭ MP ആയിട്ടുള്ളത്. മാത്രമല്ല അവിടെ അജയ് മാക്കനെ തോൽപ്പിച്ചാണ് അവർ ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ കാർത്തിക ശർമ്മയുടെ വോട്ട് എന്തായാലും BJPക്ക് ഒപ്പമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒറ്റ വോട്ട് മാത്രമുള്ള വേറെ ഒരുപാട് പാർട്ടികളുണ്ട്. അവർ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ബില്ലിന് വോട്ട് ചെയ്യുമോ എന്ന കാര്യം വളരെ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലുള്ള പോലെ വലിയൊരു വ്യത്യാസം 232, 288 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 56 സീറ്റിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ രാജ്യസഭയിലേക്ക് വരുമ്പോഴത്തേക്കും വെറും വിരലെണ്ണാവുന്ന വോട്ടുകളുടെ വ്യത്യാസം മാത്രം, വിരലെണ്ണാൻ പറ്റുന്ന സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് ലോക്സഭ പോലെ അത്ര സുരക്ഷിതമായിട്ടും സേഫായിട്ടും വഖഫ് ബില്ലിനെ പാസ്സാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ BJP അത് ലോക്സഭയിൽ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ ശക്തമായ എതിർപ്പുകൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെങ്കിലും
മറ്റ് ചെറിയ പാർട്ടികളുടെ സഹായം കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും രാജ്യസഭ അത്ര സുഖകരമായിരിക്കത്തിൽ എളുപ്പമായിട്ട് പാസ്സാക്കി എടുക്കാൻ BJPക്ക് സാധിക്കത്തില്ല. എന്തായാലും നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും പിന്നെ DMKയും മറ്റു പാർട്ടികളും തീരുമാനിക്കുന്ന പോലെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തൊക്കെയായാലും BJPക്ക് അത്ര മേൽക്കായില്ല. പക്ഷേ BJPക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അതിനെ പ്രതിപക്ഷത്തിന് മറികടക്കാനാകുമോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാജ്യസഭയിൽ വഖഫ് ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഭാവിയിൽ ഏക സിവിൽ കോഡ് അടക്കമുള്ള മറ്റ് ബില്ലുകൾ BJP ഇതേ നാണയത്തിൽ ഇതേ റൂട്ടിൽ തന്നെ പാസ്സാക്കി എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസ് നീങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ നീങ്ങിയിട്ടില്ലെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും വഖഫ് ബില്ല് വരുമ്പോഴത്തേക്കും വഖഫ് ബില്ല് രാജ്യസഭയിൽ വരുമ്പോഴത്തേക്കും കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് മറികടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും. എന്തായാലും വോട്ടിങ്ങിൻ്റെ സമയത്ത് വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും. DMKയുടെ വോട്ടായിരിക്കും ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. മാത്രമല്ല നോമിനേറ്റഡ് അംഗങ്ങളും അവരുടെ തീരുമാനവും വളരെ നിർണായകമായിരിക്കും.